ഇന്ന് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റോക്കിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോസിൽ നമ്മൾ ഓർഡർ ഫ്ലോൻ്റെ ചാർട്ടുകൾ ഒരുപാട് ഉപയോഗിക്കുന്നു, ഓർഡർ ഫ്ലോ അനാലിസിസുകൾ നടത്തുന്നുണ്ട് അല്ലേ. സോ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ഓർഡർ ഫ്ലോ ചാർട്ട് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളതൊക്കെ. സോ ഇന്നേ ഒരു വീഡിയോ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഓർഡർ ഫ്ലോ ചാർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഓർഡർ ഫ്ലോ ചാർട്ട് നമ്മൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ എങ്ങനെ അതിനെ പ്ലേസ് ചെയ്യാം, എവിടെ നമുക്കത് കിട്ടുമെന്നുള്ളതൊക്കെയാണ് ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ടിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലേ. ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ പൊതുവേ ചാർട്ടിനെല്ലാം അനലൈസ് ചെയ്യുന്നത്. യൂഷ്വലി ടെക്നിക്കലി അനലൈസ് ചെയ്യുന്നത് ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ടാണ്. സോ ഈ ഒരു ചാർട്ടിംഗ് ടെക്നിക്ക് നമുക്ക് അത് കോമൺ ആണ്, നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രേഡിംഗ് വ്യൂ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ. സ്റ്റോക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഫോറക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ട്രേഡിംഗ് വ്യൂ ചാർട്ട് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ജപ്പാനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ടുള്ള അനാലിസിസുകൾ നമ്മൾ നടത്തുന്നത്. സോ നമുക്ക് ഓർഡർ ഫ്ലോയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി അവിടെ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗോ ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഓർഡർ ഫ്ലോൻ്റെ ടെക്നിക്സും ഓർഡർ ഫ്ലോ ചാർട്ടിംഗ് നമ്മൾ ആ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഗോ ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. സോ ഈ ഒരു ഗോ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വെബ്സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോ ചാർട്ടിംഗ് എന്ന് തന്നെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗോ ചാർട്ടിംഗ് വെബ്സൈറ്റിലൂടെ എത്തും. ഈ ഒരു ഗോ ചാർട്ടിംഗ് വെബ്സൈറ്റിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് നോക്കുന്നതിന് മനസ്സിലാൻ പറ്റും അഡ്വാൻസ്ഡ് ഓർഡർ ഫ്ലോ ചാർട്ടിംഗ് ട്രേഡിംഗ്. അപ്പോൾ മെയിൻലി ഈ ഒരു ഗോ ചാർട്ടിങ്ങിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, മെയിൻ ഫോക്കസ് കൊടുത്തിട്ട് ഉണ്ടാവുന്നത് ഈ ഒരു വോളിയം അനാലിസുകളും ഓർഡർ ഫ്ലോ അനാലിസുകളും ഒക്കെയാണ്. സോ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗോ ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, ട്രേഡിംഗ് വ്യൂ അല്ല, ഗോ ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഇത് ഓർഡർ ഫ്ലോൻ്റെ ചാർട്ടിങ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഗോ ചാർട്ടിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു പ്രീമിയം സബ്സ്ക്രിപ്ഷനാണ്. പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആക്ച്വലി എന്ത് കിട്ടുന്നത്, ഓർഡർ ഫ്ലോൻ്റെ ചാർട്ടുകൾ കിട്ടുന്നത്. അത് ഒരു പ്രീമിയം ആയിട്ടാണ് ആക്ച്വലി ഓർഡർ ഫ്ലോ ചാർട്ടുകൾ പൊതുവെ ഇതിൽ കൊടുക്കുന്നത്. പ്രീമിയം ആയിട്ടുള്ള അപ്ഗ്രേഡ് ചെയ്തവർക്കാണ് ഓർഡർ ഫ്ലോ ചാർട്ടുകൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അവരുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ പോലെ തന്നെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ഫ്ലോ ചാർട്ടിലോട്ട്, മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ ചാർട്ടിലോട്ട്, അതിൽ കൂടുതലായിട്ടുള്ള ഡീപ്പറായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനാലിസ്റ്റും കാര്യങ്ങളും ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. ഈ ഒരു ചാർട്ടിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇത് എങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഇതാണ് ആക്ച്വലി ഓർഡർ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെ പ്ലേസ് ചെയ്തു, ഇത് മാത്രമല്ല ഇതിൻ്റെ അടിയിലുള്ള ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് ഇതിന് പറയുന്നത്, ഇതെങ്ങനെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ചാർട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അല്ലേ. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഏകദേശം ട്രേഡിംഗ് വ്യൂവിൻ്റെ പോലെ തന്നെ ഇവിടെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിലും ഇവിടെ ഈ ക്യാൻഡിൽ സ്റ്റിക്കിന് പല രീതിയിൽ പറയുന്നുണ്ട് അല്ലേ. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക്, ഇവിടെ നമ്മളിപ്പോൾ ട്രേഡിംഗ് വ്യൂ ഉള്ളത് ക്യാൻഡിൽസിലാണ്. ഇവിടെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൈസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ അതേപോലെ തന്നെ ഗോ ചാർട്ടിങ്ങിലും നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻഡിൽസിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ക്യാൻഡിൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോ ചാർട്ടിങ് വെച്ചിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ട് കാണുന്നതിന് നമുക്ക് എന്തില്ല, പ്രീമിയം വേണ്ട ആവശ്യമില്ല. നോർമലായിട്ടുള്ള സാധാ ട്രേഡിംഗ് ഒക്കെ എടുക്കുന്ന പോലെ നോർമൽ ഇത് തന്നെ മതി. അത് പ്രീമിയത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻഡിൽ സ്റ്റിക്ക് നോർമലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ട്രേഡിംഗ് വ്യൂവിലും ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് പ്രീമിയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രീമിയത്തിൻ്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത്, ഗോ ചാർട്ടിങ്ങിൽ. അത് നിങ്ങൾക്ക് ഇത് ഓർഡർ ഫ്ലോയിലോട്ട് ഈ ഒരു ചാർട്ടിനെ മാറ്റുന്ന സമയത്താണ് പ്രീമിയത്തിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ നീഡ് വരുന്നത്. സോ നമ്മൾ ഈ ചാർട്ടിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ അല്ലേ. ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്ന ഇതിലോട്ട് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തിലോട്ട് മാറും, നോർമലായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഇങ്ങനെ ഓർഡർ ഫ്ലോൻ്റെ ചാർട്ടിലോട്ട് മാറും. സോ ഇതിനാണ് ആക്ച്വലി ഫുട് പ്രിൻറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫുട് പ്രിൻറ്റ് ചാർട്ടിലോട്ട് ഇത് മാറും. സോ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിനെ ക്ലസ്റ്ററിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതിനെ ഫുട് പ്രിൻറ്റ് ചാർട്ടായിട്ട് മാറും. ഇതിനാണ് ആക്ച്വലി ഓർഡർ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് ഇതിനെ വളരെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് തന്നെ മാറും, നോർമലായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് തന്നെയായിട്ട് മാറും. ഇതിനെ സൂം ചെയ്യുമ്പോഴാണ് ആക്ച്വലി എന്തിലോട്ട് മാറുന്നത്, ഇതിനെ
അതായത് ഓർഡർ ഫ്ലോ ചാർട്ടിലോട്ട്, അതായത് ഫുട് പ്രിൻറ്റ് ചാർട്ടിലോട്ട് ഇത് മാറുന്നത്. സോ അത് പ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗോ ചാർട്ടിങ്ങിലാണ്. ഗോ ചാർട്ടിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് ഓർഡർ ഫ്ലോ അനാലിസിന് വേണ്ടിയിട്ട്. നോർമലായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നിന്ന് ക്ലസ്റ്റർ ചാർട്ടിലോട്ട് മാറ്റുമ്പോഴാണ് ആക്ച്വലി എന്തിലോട്ട് വരുന്നത്, ഓർഡർ ഫ്ലോ ചാർട്ടിലോട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സംഭവം ഇതിൽ താഴെ കാണിക്കുന്ന ഒരുപാട് നമ്പേഴ്സ് കാണിക്കുന്നുണ്ട് അല്ലേ, ഇത് എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റഡീസിലോട്ട് പോയി കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റഡീസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അല്ലേ. ഈ ഒരു ഓർഡർ ഫ്ലോയിൽ ഇവിടെ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വലി എന്ത് വരുന്നത്, ഈ ഒരു സെക്ഷൻ വരുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കൂടെ അതായിട്ട് വന്നത്. ഓക്കെ, ഇതിനെ രണ്ടും ഞാൻ ഒഴിവാക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ബാർ സ്റ്റാറ്റിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡീസിൽ പോകണം, ഓർഡർ ഫ്ലോ പോകണം. ഓർഡർ ഫ്ലോയിൽ പോയിട്ട് ബാർ സ്റ്റാറ്റിക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ താഴെ ഈ ഓരോ ബാറിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നതാണ്, അത് ഇവിടെ കിട്ടും. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പൊതുവേ നമ്മൾ ഓർഡർ ഫ്ലോ റീഡിങ്, ഓർഡർ ഫ്ലോ അനാലിസിസ് നടത്താറ്. സോ ഇത് രണ്ടും എങ്ങനെ പ്ലേസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. നമ്മൾ ചാർട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം, ക്ലസ്റ്ററിലോട്ട് പോകുന്നു. ക്ലസ്റ്റർ പ്ലേസ് ചെയ്യുമ്പം ഈ ഒരു ഫുട് പ്രിൻറ്റ് ചാർട്ട് കിട്ടും. അതേപോലെ സ്റ്റഡീസിൽ പോയി ഓർഡർ ഫ്ലോ സെക്ഷനിൽ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോ ബാറിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഓർഡർ ഫ്ലോ വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാറ്, അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഇതിലെടുക്കാറ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ അതെന്താണ്, പ്രീമിയം സബ്സ്ക്രിപ്ഷനാണ്. അത് പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇന്ത്യൻ സ്റ്റോക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഓർഡർ ഫ്ലോ വെച്ചിട്ട് അനാലിസിസുകൾ ചെയ്യാനുള്ള ഇത് തരുന്നത് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. ഓക്കെ, ഇതിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം നമ്മൾ പറഞ്ഞു, ഗോ ചാർട്ടിംഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത് ആക്ച്വലി എന്താണ് ഈ ഒരു ഓർഡർ ഫ്ലോ ചാർട്ട് എന്നുള്ളതാണ്. എന്താണ് ഒരു ഓർഡർ ഫ്ലോ ചാർട്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഓർഡർ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകൾ നമുക്കറിയാം, നോർമലായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് അറിയാം. ഇപ്പം നോർമലായിട്ടുള്ള ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഞാൻ ട്രേഡിംഗ് വ്യൂവിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. നോർമലായിട്ടുള്ള ഇതാണ് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. നോർമലായിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നിന്ന് ആക്ച്വലി കിട്ടുന്നതിനേക്കാളും കുറച്ച് അധികമാണ്, അല്ലെങ്കിൽ കുറച്ചധികം ഇൻഫർമേഷൻസ് ആണ് ഓർഡർ ഫ്ലോ എന്ന് കിട്ടുന്നത് എന്നുള്ളതാണ്. അതായത് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നിന്ന് ഇത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നിന്ന് നമുക്ക് നോർമലായിട്ടുള്ളൊരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ നിന്ന് കിട്ടുന്ന എന്താണ്, ജസ്റ്റ് ഇവിടെ ഹൈസ്, ലോസ്, അതേപോലെ മാർക്കറ്റിൻ്റെ വിക്ക്, ഇത്രയും ഇൻഫർമേഷൻസ് മാത്രമാണ് കിട്ടുന്നത്. നിങ്ങളൊരു ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം നിങ്ങൾ നോക്കുന്ന സമയത്ത്, ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിനെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്പൺ എവിടെയാണ്, അതായത് എവിടെയാണ് ഓപ്പൺ ചെയ്തത്, എവിടെയാണ് ക്ലോസ് ചെയ്തത്, ഇതിന് എത്രത്തോളം ഹൈ ഈ ഒരു പ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, എത്രത്തോളം ലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആക്ച്വലി എന്തെന്ന് കിട്ടുന്നത്, ഒരു നോർമലായിട്ടുള്ള ഒരു ചാർട്ടിൽ നിന്ന് കിട്ടുന്നത് അല്ലേ. ഈ ഒരു നോർമലായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്കിൽ നിന്ന് കിട്ടുന്നത് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം കൺസിഡർ ചെയ്യുമ്പം എവിടെ ഓപ്പൺ ചെയ്തു, എവിടെ ഹൈ ഉണ്ടാക്കി, എവിടെ ലോ ഉണ്ടാക്കി എന്നുള്ള മാത്രം കാര്യങ്ങളാണ് കിട്ടുന്നത് അല്ലേ. അതായത് മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ വോളിയാണ്. ഈ ഒരു വോളിയത്തെക്കുറിച്ച് അങ്ങനെ എന്ത് പറയുന്നില്ല, ഒരു നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് പറയുന്നില്ല. പക്ഷെ അവിടെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു ഓർഡർ ഫ്ലോ ചാർട്ടാണ്. ഒരു ഓർഡർ ഫ്ലോ ചാർട്ടിൽ ഓരോ പ്രൈസിലും എത്രത്തോളം വോളിയം ഉണ്ട് എന്നുള്ളത് പ്രോപ്പറായിട്ട് എന്ത് കിട്ടുന്നുണ്ട്, ഓർഡർ ഫ്ലോ എന്ന് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. എത്രത്തോളം ആ ഒരു പ്രൈസിൽ വോളിയം ട്രേഡ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം വോളിയം ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ഫ്ലോയിൽ നോക്കി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിതിൻ്റെ ഓർഡർ ഫ്ലോൻ്റെ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് ഡൽഹി എവറി എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ആ ഒരു ചാർട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ചാർട്ടിലോട്ട് നോക്കുമ്പോൾ ഓരോ ക്യാൻഡിൽസിൽ ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഈ ഒരു ക്യാൻഡിൽസിൽ ഹൈസ് എത്ര ഉണ്ടാക്കി, ലോസ് എത്ര ഉണ്ടാക്കി, ലൈക്ക് ഓപ്പൺ എവിടെ, ക്ലോസ് എവിടെ, ഇത്ര ഇൻഫർമേഷൻ മാത്രമാണ് കിട്ടുന്നത് അല്ലേ. പക്ഷേ മാർക്കറ്റിൽ എന്തുണ്ട്, വോളിയത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് വോളിയം ഉണ്ടെന്നുണ്ടെങ്കിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രൈസ് ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്ന, ലോസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് അവിടെ വോളിയംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്രയും വോളിയത്തിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ വോളിയത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓർഡർ ഫ്ലോക്ക് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓർഡർ ഫ്ലോയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാൻഡിൽസിലും അവിടെ ആസ്കിലും ബിഡിലും എന്താണ് നടന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഓർഡർ ഫ്ലോയിൽ പറയുന്നുണ്ട്. ലൈക്ക് അവിടെ ആസ്കിൽ എത്രത്തോളം
ഇത് നടന്നിട്ടുണ്ട്, എത്രത്തോളം വോളിയം ട്രേഡ് ചെയ്തിട്ടുണ്ട്, ബിഡിൽ എത്രത്തോളം വോളിയം ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഓർഡർ ഫ്ലോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഓർഡർ ഫ്ലോൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ നോർമലായിട്ടുള്ള ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മാത്രമേ വരുന്നുള്ളൂ, ഹൈ ഉണ്ടാക്കി എത്രയാണ്, ലോ ഉണ്ടാക്കി എത്രയാണ്, ഓപ്പൺ ചെയ്ത് എവിടെയാണ് മാത്രമാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ ഓർഡർ ഫ്ലോ വെച്ച് നോക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളും കൂടെ ഇവിടെ, അതായത് ഇതിൻ്റെ ഡീപ്പറായിട്ടുള്ള ഒരു ഇമേജ് എന്താണ്, ഡീപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളതും കിട്ടുന്നുണ്ട്. അതായത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് വളരെ ബേസിക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ഫ്ലോൻ്റെ ഒരു എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു ഓരോന്നായിട്ടുള്ള മറ്റുള്ള വീഡിയോസുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് വളരെ ബേസിക്കുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നോർമൽ ക്യാൻഡിൽ സ്റ്റിക്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടുന്നതിന് പകരം ഇവിടെ പ്രൈസിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇവിടെ വോളിയത്തിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇവിടെ വരുന്ന ബിഡിലും ആസ്കിനും വരുന്ന ട്രേഡർ ക്വാണ്ടിറ്റീസിൽ, ട്രേഡർ വോളിയത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഒരു ഓർഡർ ഫ്ലോയിൽ വരുന്നത്. ഓരോ ക്യാൻഡിൽ സ്റ്റിക്ക് വഴിയുള്ള ഒരു ഇൻഫർമേഷനാണ് ഓർഡർ ഫ്ലോ എന്ന് കിട്ടുന്നത്. മാത്രമല്ല ഒരു ലെവലിൽ നിന്ന് എത്രത്തോളം ബൈയിങ് സ്ട്രോങ് ആണ്, എത്രത്തോളം സെല്ലിങ് സ്ട്രോങ് ആണ് എന്നുള്ളതെല്ലാം ഓർഡർ ഫ്ലോയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എത്രത്തോളം ബയേഴ്സ് വീക്ക്നെസ് അവിടെ കാണിക്കുന്നുണ്ട്, എത്രത്തോളം സെല്ലേഴ്സ് വീക്ക്നെസ് കാണിക്കുന്നുണ്ട്, ബയേഴ്സ് ട്രാപ്പഡ് ആവുന്നുണ്ടോ, സെല്ലേഴ്സ് ട്രാപ്പഡ് ആവുന്നുണ്ടോ, ഇത്രയും കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ഫ്ലോയിൽ വെച്ചിട്ട് അനാലിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം നോക്കുന്ന സമയത്ത് ഒരു സാധാ ക്യാൻഡിൽസിൽ നിന്ന് കിട്ടുന്ന അപ്പുറം ഇൻഫർമേഷൻ ഇവിടെ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ഇപ്പുറം ഇവിടെ റെഡ് കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതേപോലെ ഇവിടെ ഗ്രീൻ കളറായിട്ടും കാണാൻ പറ്റും അല്ലേ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു റെഡ് കളർ വരുന്ന ഈ ഒരു ലെവലിനാണ് നമ്മൾ ബിഡ് എന്ന് പറയുന്നത്, ഈ ഒരു ലെവലിനാണ് നമ്മൾ ആസ്ക് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം മാർക്കറ്റിൽ ആസ്ക് പ്രൈസ്, ബിഡ് പ്രൈസ് എല്ലാം ഉണ്ട്, ആസ്ക് ഉണ്ട്, ബിഡ് ഉണ്ട് അല്ലേ. അവിടെയൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ട്രേഡർ ക്വാണ്ടിറ്റീസ് ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്കിന് അപ്പുറം ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനെ ബിഡായിട്ടും പറയാൻ പറ്റും, ഈ ഒരു ലെവലിനെ ആസ്ക് ആയിട്ടും പറയാൻ പറ്റും. സോ ഇവിടെയൊക്കെ കാണുന്ന ഈ ഒരു ക്വാണ്ടിറ്റീസ് ഇവിടെ എന്താണ് ആക്ച്വലി ആസ്ക് പ്രൈസിൽ, ഇവിടെ ഓരോ പ്രൈസാണ്, ഈ ഓരോ പ്രൈസിൽ ആസ്ക് പ്രൈസിൽ എന്ത് വന്നതാണ്, ട്രേഡർ ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ബിഡാണ്, ഈ ഒരു ബിഡ് പ്രൈസിൽ ട്രേഡർ ക്വാണ്ടിറ്റീസ് ആണ് കാണിക്കുന്നത്. സോ ഒരു ക്യാൻഡിൽസ് നോർമലായിട്ട് ക്യാൻഡിൽ സ്റ്റിക്കിന് കാണിക്കുന്നതിനേക്കാളും ഇൻഫർമേഷൻ ഇവിടെ എന്ത് കാണിക്കുന്നുണ്ട്, ഒരു ആസ്കിലും ബിഡിലും വന്ന് എത്രത്തോളം ക്വാണ്ടിറ്റീസ് ട്രേഡ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ബയേഴ്സ് അവിടെ അഗ്രസീവാണ്, എത്രത്തോളം ബൈയിങ് ആയിട്ടുള്ള സ്ട്രെങ്ത് അവിടെ കാണിക്കുന്നുണ്ട്, എല്ലാം ഈ ഒരു ഓർഡർ ഫ്ലോയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു ബിഡിലും ആസ്കിലും വരുന്ന ട്രേഡർ ക്വാണ്ടിറ്റീസ് ആണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് റീഡ് ചെയ്യുന്ന ആക്ച്വലി ഡയഗണലി റീഡിംഗ് ആണ്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ നമുക്ക് ഓർഡർ ഫ്ലോൻ്റെ വീഡിയോസിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ക്യാൻഡിൽ നമ്മൾ ഈ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് വേണം. ഈ ഒരു ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ക്യാൻഡിലിൻ്റെ അടിയിൽ വരുന്ന നമ്മൾ അത് പ്ലേസ് ചെയ്യേണ്ട എങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു സംഭവം ഇതാണ് ആക്ച്വലി ഇതിൻ്റെ വോളിയം കാണിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ വോളിയം ആണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് ഇവിടെ അല്ലേ 212 നിങ്ങൾക്ക് കാണും 212K വോളിയമാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ നെക്സ്റ്റ് കാണിക്കുന്ന ഡെൽറ്റ ആണ്. ഡെൽറ്റ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഡെൽറ്റ എന്ന് പറയുമ്പം ഇത് പോസിറ്റീവ് ഡെൽറ്റ ആയതുകൊണ്ട് അത് ബൈയിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനെ കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ മാക്സിമം ഡെൽറ്റ, ഇവിടെ മിനിമം ഡെൽറ്റ, അതേപോലെ ഇവിടെ വേറെ ഇൻഫർമേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്കിന്ന് എങ്ങനെയാണ് ആക്ച്വലി ഓർഡർ ഫ്ലോ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രൈസ് ഓപ്പൺ ചെയ്തത് എവിടെ, ക്ലോസ് ചെയ്തത് എവിടെ, ഹൈസ് എത്ര ക്രിയേറ്റ് ചെയ്യുന്നു, ലോസ് എത്ര ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു ഓർഡർ ഫ്ലോ ചാർട്ടിൽ നിന്ന് ആക്ച്വലി അവിടെ എന്തും കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ആസ്കിലും ബിഡിലും എത്രത്തോളം ട്രേഡർ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ട്രേഡ് ചെയ്തിട്ടുണ്ട്, അവിടെ വോളിയത്തിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എത്രത്തോളം ബൈയിങ് സ്ട്രെങ്ത് വരുന്നുണ്ട്, എത്രത്തോളം സെല്ലിങ് സ്ട്രെങ്ത് വരുന്നുണ്ട്, ബയേഴ്സ് വീക്ക്നെസ് ആണ്, സെല്ലേഴ്സ് വീക്ക്നെസ് ആണ്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ്, കുറച്ചുകൂടെ ഡെപ്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഓർഡർ ഫ്ലോയിൽ കിട്ടുന്നത്. ഈ ഒരു ഓർഡർ ഫ്ലോയിൽ ഓരോ പ്രൈസ് ലെവൽസിനും
നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല വോളിയത്തിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ബിഡിൻ്റെയും ആസ്കിൻ്റെയും ലെവൽസിന് അവിടെ എത്രത്തോളം ക്വാണ്ടിറ്റീസ് ട്രേഡ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഓർഡർ ഫ്ലോൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മാത്രമല്ല ഈ ഒരു ഓർഡർ ഫ്ലോ എങ്ങനെ പ്ലേസ് ചെയ്യാൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. മാത്രമല്ല ഈ ഒരു ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ പ്ലേസ് ചെയ്യാൻ ഡിസ്കസ് ചെയ്തു. എന്താണ് ഓർഡർ ഫ്ലോൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഈ നെക്സ്റ്റ് കമ്മിങ് വീഡിയോസിൽ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്താണ് ബൈയിങ് ഇംബാലൻസുകൾ, എന്താണ് സെല്ലിംഗ് ഇംബാലൻസുകൾ, ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ്, കുറച്ച് ഇൻഫർമേഷൻസ് ആയിട്ടുള്ള വീഡിയോസുകളായിട്ട് നമുക്ക് ഇനിയും നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം.